بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين. സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മൾ ഒത്തുകൂടിയത് സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബറിടം അള്ളാഹു സ്വർഗതുല്യ ജീവിതം കൊണ്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ് ഒരു മുസ്ലിമായി ജനിച്ച് ജീവിക്കാൻ കഴിയുക എന്നുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പിതാക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ പശ്ചാത്തലം, ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം നമ്മളുടെ മുന്നിൽ തന്നു എന്നത്, അതിൻ്റെ വിലയെക്കുറിച്ച് നാം ബോധവാന്മാരാവുക എന്നത് സാന്ദർഭികമായും ഓരോരുത്തരുടെയും ബാധ്യതയാണ്. കാരണം പരിസരങ്ങൾ മുഴുവനും യുക്തിവാദവും അതിനെ പ്രതിരോധിക്കുന്ന സംവാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അള്ളാഹുവിൻ്റെ ദീന് നമ്മുടെ കയ്യിൽ കിട്ടി എന്നത് അനർഘമായ ഒരു ഭാഗ്യമായി നാം ഓരോരുത്തരും കാണേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഈ ഹിദായത്തിന് വേണ്ടിയിട്ട് അവിടത്തേക്ക് വേണ്ടി പോലും ദുആ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ട് വിരലുകളെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, സർവ മനുഷ്യരുടെയും മനസ്സുകൾ ഈ രണ്ട് വിരലുകൾക്കിടയിൽ സങ്കല്പിക്കുക. ഈ വിരലുകൾ എത്ര നിഷ്പ്രയാസം ഒരു മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ സാധ്യമാകുന്നുവോ, അതുപോലെ നിഷ്പ്രയാസം ഓരോ മനുഷ്യന്റെയും മാനസികാവസ്ഥയെ തിരിച്ചിടാനും ചിന്താഗതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും അള്ളാഹു വളരെ എളുപ്പത്തിൽ അത് നടത്തും എന്ന ഭയത്തോടുകൂടെ അവിടുന്ന് ഒരു പ്രാർത്ഥനയും ചെയ്തുകൊണ്ടാണ് ഈ വസ്തുത ലോകത്തിന് പഠിപ്പിച്ചത്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരുടെ ചിന്താഗതിയും മാനസികാവസ്ഥയും അവരുടെ മനസ്സിന്റെ ആലോചനകളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചിടുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിലായി നിലനിർത്തണേ എന്ന പ്രാർത്ഥനയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഏത് സമയവും ഒരു മനുഷ്യന്റെ ഹിദായത്ത് നഷ്ടപ്പെട്ടേക്കാം എന്ന്. ജന്മസഹജമായി ഓരോരുത്തരിലും അള്ളാഹു ഒരു സത്യപ്രകൃതം കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ ഇതര സമുദായങ്ങളിൽ നിന്നും മിസ്സങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. സമ്പൂർണമായ സംസ്കരണം ഒരു ജീവിതത്തിൽ ഉണ്ടാവുക എന്നത് ഇസ്ലാമിലൂടെ മാത്രമാണ് എന്നത് ഇസ്ലാമേതര വിശ്വാസം വെച്ച് പുലർത്തുന്ന ചിന്തകർ പോലും രേഖപ്പെടുത്തിയ കാര്യമാണ്. ജന്മസിദ്ധമായി ഓരോരുത്തരിലും അള്ളാഹു ഒരു ഹൃദയ വെളിച്ചം കൊടുത്തിട്ടുണ്ട്. ഓരോ കുഞ്ഞും പിറന്നു വീഴുമ്പോൾ ആ ജന്മസിദ്ധമായ ഹൃദയ വെളിച്ചത്തിലാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ മിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്റ ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി, മുസ്ലിം അവരുടെ സ്വഹീഹുകളിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. സത്യപ്രകൃതത്താലാണ് ഈ ഭൂമിയിലേക്ക് ഓരോ കുഞ്ഞും പിറന്നു വീഴുന്നത്. അതിൽ മുസ്ലിമിന്റെ കുഞ്ഞ് മാത്രമല്ല, എല്ലാ മതവിശ്വാസത്തിൽപ്പെട്ടവരുടെയും കുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്നത് ഒരു സത്യപ്രകൃതത്താലാണ്, ഒരു നിഷ്കളങ്കതയിലാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ സാഹചര്യങ്ങളാണ് ആ കുട്ടിയെ ഇസ്ലാം മതത്തിലേക്കും അതുപോലെ തന്നെ ഹൈന്ദവ മതത്തിലേക്കും ക്രൈസ്തവ മതത്തിലേക്കും എത്തിക്കുക എന്ന്. ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുട്ടിയുടെ മാതാപിതാക്കൾ നസ്രാനികളായതുകൊണ്ട് ആ കുട്ടി സ്വാഭാവികമായും ക്രിസ്ത്യാനിയായി മാറുന്നു. മജൂസിയായതുകൊണ്ട് മജൂസിയായി മാറുന്നു.
ഈ രീതിയിൽ ഓരോ കുട്ടികളിലും ജന്മസിദ്ധമായി കിട്ടുന്ന വെളിച്ചത്തെ സാഹചര്യങ്ങൾ അതാത് ദിശയിലേക്ക് തിരിച്ചുവിടുകയാണ് എന്ന യാഥാർത്ഥ്യം പഠിപ്പിക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അള്ളാഹു ജന്മനാൽ കൊടുക്കുന്ന ആ ഹൃദയ വെളിച്ചത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ മാത്രമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആൻ ജന്മസിദ്ധമായ ആ വെളിച്ചത്തെക്കുറിച്ച് സൂറത്ത് സുമറിലൂടെ പറയുന്നത് വല്ലാത്തൊരു അവതരണമാണ്. അതൊരു പ്രകാശമാണെന്നാണ്. ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഈ സത്യപ്രകൃതം നിലനിർത്തി കൊണ്ടുപോവുക എന്നത് അവൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ മറ്റുള്ള മനുഷ്യർക്കും കൂടി പ്രയോജനം കിട്ടുന്ന ഒരു പ്രകാശം എന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ ജന്മസഹജമായ ഈ ഹൃദയ വെളിച്ചത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഹിദായത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. ഇസ്ലാം പറയുന്ന സത്യപ്രകൃതത്തിന്റെ വെളിച്ചം ഹൃദയത്തിൽ കിട്ടിയവൻ ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അല്ലാഹു കൊടുത്ത ഒരു പ്രകാശത്തിലാണ് അവന്റെ ജീവിതം എന്ന് പരിശുദ്ധ ഖുർആൻ. ആ പ്രകാശത്തിലായി ജീവിച്ച് ആ പ്രകാശത്തോടെ മരിക്കാൻ കഴിയണം. അപ്പോഴാണ് ഒരാളുടെ ആഖിബത്ത് നന്നാവാ, ജീവിതം വിജയിക്ക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ പ്രകാശത്താൽ ഹൃദയത്തിലുള്ള ഈ വെളിച്ചം അണഞ്ഞു പോവാതെ, പാപം കൊണ്ട് കരിവാളിച്ചു പോവാതെ, ആ വെളിച്ചം കെടാതെ പോയ ഒരു ജീവിതമാണ് മഹാന്മാരായ അമ്പിയാക്കളുടെ ജീവിതം എന്ന് പോലും പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها. ആ വെളിച്ചം നിലനിർത്താൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങും പരിശ്രമിക്കണം എന്നാ പറഞ്ഞത്. ഏത് സമയവും ഏതെങ്കിലും ഒരു ബാലിശമായ ചിന്താഗതിയിലൂടെ മനുഷ്യന്റെ മനസ്സ് ഹിദായത്തിന്റെ അപ്പുറത്തേക്ക് പോവാം. പരിസരങ്ങൾ അങ്ങനെയാ. എമ്പാടും വായിക്കാനും കാണാനും കേൾക്കാനും സംവദിക്കാനുമുള്ള സൗകര്യം കൂടുതലുള്ള ഈ കാലഘട്ടത്തിൽ അവനവന്റെ ഹിദായത്തിനെ കുറിച്ച് ഓരോരുത്തരും ആലോചിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ മുഴുവനും ഈ വെളിച്ചത്തെ ചോദിച്ചിട്ടുണ്ട്. സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് അള്ളാഹുവിന്റെ ദീന് പറയാൻ വേണ്ടിയിട്ട് ചൊല്ലുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ റബ്ബ് കൊടുത്ത ഈ ദീനി ചൈതന്യത്തിന്റെ വെളിച്ചം ഫറോവയിലും എത്തിക്കണമല്ലോ. നിലവിൽ അള്ളാഹു ഓരോ നബിമാർക്കും ആ വെളിച്ചം കൊടുത്തിട്ടുണ്ട്. എന്നാലും അത് കൂടുതൽ ചോദിക്കുകയാണ് സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം. ഖാല റബ്ബി ശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരി. അല്ലാഹുവേ, എൻ്റെ മനസ്സിൽ നീ തന്നിരിക്കുന്ന ഈ ശുറൂഹിയത്തിന്റെ വെളിച്ചം അത് കൂടുതൽ നൽകണേ. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ ഔഖള ലഹ്റക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ വെളിച്ചം അല്ലാഹു കൊടുത്തിട്ടുണ്ടെന്ന് ഖുർആൻ പറയുന്നു. ആ വെളിച്ചം ജനിച്ചപ്പോൾ നമുക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ പലപ്പോഴും ആ വെളിച്ചത്തെ നഷ്ടപ്പെടുത്തി എന്നതാണ് നാം ആലോചിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എങ്ങനെയാ നമ്മുടെ ഈ വെളിച്ചം ഹൃദയത്തിൽ നിന്ന് പോവാ? ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ആ വെളിച്ചം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ജനിക്കുമ്പോൾ അത് നല്ലോണം ഉണ്ടാവും. അത് എല്ലാ മതത്തിൽപ്പെട്ട കുട്ടികൾക്കും ആ വെളിച്ചം നല്ലോണം ഉണ്ട്. നമ്മൾ ആ വെളിച്ചം കൂട്ടാൻ പറ്റിയ ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഒരു മനസ്സ് നന്നാവാനുള്ള എല്ലാ സാഹചര്യങ്ങളും പരിസരങ്ങളിലുണ്ടല്ലോ. അവിചാരിത മരണങ്ങൾ എല്ലാം നമ്മെ ഒന്ന് ഇരുത്തി ആലോചിച്ചാൽ അണഞ്ഞു പോകുന്ന ഈ വെളിച്ചം, അല്ല എന്ന വിചാരത്തിൽ ജ്വലിച്ചു നിൽക്കേണ്ട ഈ വെളിച്ചം നമുക്ക് ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ കാനത് നുക്തതു സൗദാഉ ഫീ ഖൽബിഹി.
ഒരു മനുഷ്യൻ, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ, നിലവിൽ ഹൃദയത്തിൽ അല്ലാഹു ഈമാന്റെ വെളിച്ചം കൊടുത്ത മനുഷ്യൻ ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ അവന്റെ മനസ്സിന്റെ അകത്തേക്ക് ഒരു കറുത്ത അടയാളം വന്നു ചേർന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ കറുത്ത ഒരു അടയാളം മനസ്സിലേക്ക് വരികയാണ്. ഫഇൻ താബ, തനിക്ക് പറ്റിയത് തെറ്റാണ് എന്ന ബോധം വന്നു, അവൻ തൗബ ചെയ്താൽ, വനസഅ, ഇനി മേലാൽ ആ തെറ്റിലേക്ക് പോവില്ല എന്ന തീരുമാനം ഉറപ്പിക്കുകയും ചെയ്താൽ, വസ്തഗ്ഫറ, പടച്ച റബ്ബിനോട് പുറത്തു തരണമെന്ന് കെഞ്ചി ചോദിച്ചാൽ, റസൂലുള്ളാഹി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, സുഖില ഖൽബുഹു, അവന്റെ മനസ്സ് തെളിഞ്ഞു, അവന്റെ മനസ്സ് കഴുകി വൃത്തിയാക്കി. വൈൻ സാദ, തെറ്റ് ചെയ്തപ്പോൾ കുറ്റബോധം അവന്റെ മനസ്സിനെ അലട്ടിയില്ല, തെറ്റ് ചെയ്തതിന്റെ ഗൗരവത്തെ അവൻ ഗൗനിച്ചില്ല, തെറ്റാണെന്ന തോന്നല് പോലും അവന്റെ മനസ്സിൽ വന്നതേയില്ല. തൗബ ചെയ്യണമെന്നത് അവന്റെ ആലോചന പദത്തിൽ വന്നിട്ടില്ല. എന്നാൽ ആ ചെറിയ കറുത്ത അടയാളം അവന്റെ ഹൃദയത്തെ അങ്ങ് പൊതിഞ്ഞാൽ, ജനിച്ചപ്പോൾ അല്ലാഹു അവന് കൊടുത്ത ഈമാനിന്റെ അടിസ്ഥാന വെളിച്ചം കെട്ടുപോയി. ഇപ്പോൾ അവന്റെ ഹൃദയത്തിന്റെ കളറ് കറുപ്പാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതങ്ങ് പറയുമ്പോൾ ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുന്ന സ്വഹാബി നിബിഡമായ സദസ്സിൽ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതിയിട്ട് ഇത് സ്ഥിരപ്പെടുത്തുകയാണ്. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. സൂറത്തുൽ മുത്തഫിഫീന്റെ ആയത്ത് ഓതിയിട്ട് മുഹമ്മദുർ റസൂൽ ഉറക്കെ പറയൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെയും നിങ്ങളുടെയും ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈമാനിന്റെ വെളിച്ചം കെട്ടുപോയിക്കൊണ്ടിരിക്കുന്ന മനസ്സിന്റെ അവസ്ഥയെക്കുറിച്ച് പറയാൻ അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്തെടുത്ത് വെച്ചുകൊണ്ട് പറഞ്ഞ സ്വഹാബത്തിനെ കരയിപ്പിച്ചു കളഞ്ഞു മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തെറ്റ് ചെയ്യുമ്പോൾ, ഒരു ഹറാമ് കാണുമ്പോൾ, എത്രയോ നാളുകൾ കൊണ്ട് നമ്മൾ നിസ്കരിച്ചും സ്വലാത്ത് ചൊല്ലിയും ദിക്റുകൾ ചൊല്ലിയും ഖുർആൻ ഓതിയും നമ്മുടെ കണ്ണുകൊണ്ട് ചെയ്ത പുണ്യത്തെ ഒരു ഹറാമ് കൊണ്ട് നമ്മൾ നശിപ്പിച്ച് കളയുമ്പോഴാണ് ജനിച്ചപ്പോൾ അല്ലാഹു തന്ന മനസ്സിന്റെ വെളിച്ചം അണഞ്ഞു പോവാ എന്ന് മുഹമ്മദ് മുസ്തഫ. അരുവിയിലെ കല്ലിനെ പോലെ നീ ആവല്ലേ, അരുവിക്കരികിലിരിക്കുന്ന കല്ലിനെ പോലെ നീ ആവല്ലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു ഉപദേശ! അരുവിയുടെ അരികിലിരിക്കുന്ന കല്ല് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരു തോട്ടിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി ഒഴുകി പോവാം. മനോഹരമായ കളകളാരവത്തിന്റെ ആ ശബ്ദം നമുക്ക് ഒരുപാട് സൗന്ദര്യത്തെ വിഭാവനം ചെയ്യുന്ന ആ കമനീയ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അരികിലിരിക്കുന്ന ഓരം പറ്റിയിരിക്കുന്ന കല്ലും നമ്മുടെ മനസ്സിലുണ്ട്, അല്ലേ? ആ വെള്ളത്തിൽ നനഞ്ഞു കുതിർന്നിരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ബാഹ്യമായ നനവ് എന്നല്ലാതെ കല്ലിന്റെ അകത്തേക്ക് വെള്ളം കയറിയിട്ടില്ല, നനവ് എത്തിയിട്ടില്ല. നിന്റെ ബാഹ്യ പ്രകടനങ്ങളിലാവല്ലേ നിന്റെ അമലുകൾ. നിന്റെ ഹൃദയത്തിലെ ആ അടിസ്ഥാന വെളിച്ചത്തെ നിലനിർത്തുന്നതാവണം. അരുവിയുടെ അരികിലിരിക്കുന്ന കല്ലിന്റെ പുറം ഭാഗമേ നനഞ്ഞിട്ടുള്ളൂ, അതിന്റെ അകത്തേക്ക് നനവെത്താത്ത പോലെ അമല് പുറംപൂച്ചുകളായി മാറാതെ നിന്റെ ഹൃദയത്തെ സ്വാധീനിക്കുന്നതാവണമെങ്കിൽ നിന്റെ കണ്ണുകൊണ്ടുള്ള, നിന്റെ നാവ് കൊണ്ടുള്ള, ബാഹ്യ അവയവങ്ങൾ കൊണ്ടുള്ള പ്രകടനങ്ങളിലും അവയവങ്ങളുടെ കർമ്മങ്ങളിലും ധർമ്മങ്ങളിലും അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തത് സംഭവിക്കുമ്പോൾ നിന്റെ ഉള്ളിലേക്ക് നീ ചെയ്ത അവയവങ്ങളുടെ ബാഹ്യ പ്രകടനമായ അമലിന്റെ വെളിച്ചം എത്തുകയില്ല. എത്തേണ്ടത് ഹൃദയത്തിലേക്ക്. ശരീരത്തിൽ ഒരു മാംസമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി.
ജീവിതം ഭാസ്വരമായി അറിയണേ. ആ മാംസം അലാ വഹിയൽ ഖൽബ്, അത് ഒരാളുടെ ഹൃദയമാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അശാറ ബി ഇസ്ബഇഹി ഇലാ സുദ്രിഹി, അവിടത്തെ ചൂണ്ടുവിരൽ നിവർത്തി പിടിച്ച് ഇടത്തെ ഭാഗത്തെ നെഞ്ചകത്തോട് ചേർത്ത് പിടിച്ചിട്ട് അത് ഇവിടെയാണെന്ന് സൂചിപ്പിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നന്നാവണം. എല്ലാ കർമ്മങ്ങൾക്കും ഒരു ഉദ്ദേശം വേണം. അല്ലാഹുവേ, ഞാൻ നിന്നോട് അടുക്കുകയാണോ, പിടികൂടി നെഞ്ചിലിരുന്നതിൽ പിന്നീട് കൊല്ലാതെ വന്ന അലിയുന അവരോട് ചോദിച്ചു, എന്താ തങ്ങളെ വല്ലാതെ എഴുന്നേറ്റ് പോരാൻ കാരണം കൊല്ലാതെ? അടിപെട്ട് വീണവൻ എൻ മുഖത്തൊരു തുപ്പ്, അപ്പോൾ എനിക്കവനോട് വന്നു വെറുപ്പ്. അപ്പോൾ വധിച്ചാൽ എൻ്റെ ദേശം അടക്കലായി, അല്ലാഹുവിനല്ലാതെ ഞാൻ കൊല ചെയ്യലായി. ഞാൻ ആരെയും എനിക്കായി വധിച്ചിട്ടില്ല, ലില്ലാഹിക്കല്ലാതൊരു വധം എനിക്കില്ല. നവാദിറുൽ ഖൽയൂബിൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു യുദ്ധരംഗം വിവരിക്കുന്നത് കാണാം. ശത്രുപക്ഷത്തെ മലർത്തിയടിക്കാൻ വേണ്ടി ഇസ്ലാമിക സൈന്യത്തിന്റെ തേരേറി വരുന്ന നേതാവ് സയ്യിദുനാ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, ഉയരം കുറഞ്ഞ മനുഷ്യൻ, ശരീരത്തിന്റെ മാംസപേശികളുടെ ദൃഢതയെ വസ്ത്രത്തിലൂടെയും കാണാൻ കഴിയുന്ന ആകാര ഭംഗിയുള്ള മനുഷ്യൻ. പക്ഷേ ഉയരം കുറവാണ്. ശത്രുപക്ഷത്തിന്റെ നേതാവും ആകാര ഭംഗിയിൽ സമാനതകൾ പുലർത്തുന്നു, പക്ഷേ ഉയരമുള്ള മനുഷ്യനാണ്. ചരിത്രത്തിൽ വളരെ വിരളം കണ്ടിട്ടുള്ള പോരാട്ടം. രണ്ട് നേതാക്കളും യുദ്ധത്തിലേക്ക് എടുത്തിറങ്ങുകയാണ്. അണികൾ അമ്പരന്ന് അത്ഭുതത്തോടുകൂടെ നോക്കുന്നു. അന്തരീക്ഷത്തിന്റെ പൊടിപടലങ്ങൾ പാറി വിതറുമ്പോൾ തിളങ്ങുന്ന ഒരു വാള് ഉയരങ്ങളിലേക്ക് പറക്കുന്നു. തൊട്ടടുത്ത നിമിഷം പറന്നു വന്നുകൊണ്ട് ശത്രുവിന്റെ നേതാവിനെ മലർത്തിയടിക്കുന്നു. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു നിരാശ്രയനായ, എല്ലാ നിലക്കും പരാജയത്തിന്റെ പടുക്കുഴിയിലെത്തി പരാജിതനായി മലർന്നു കിടക്കുന്ന ശത്രുവിന്റെ കണ്ണുകൾ ഇറക്കി പിടിച്ചിരിക്കുമ്പോഴും തൊട്ടടുത്ത സമയം അയാൾ അനുഭവിക്കേണ്ട തന്റെ നെഞ്ച് പിളർത്തുന്ന അസഹ്യമായ വേദനയെ അഭിമുഖീകരിക്കാൻ ചുണ്ടുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ കടിച്ചമർത്തി നിൽക്കുമ്പോഴും ഒരു നിമിഷം ശത്രുവിന് തോന്നി ഈർഷ്യതയുടെ പ്രകടനമായി അലിയുടെ മുഖത്തേക്കൊന്ന് തുപ്പാൻ റളിയല്ലാഹു അൻഹു കാർപ്പിച്ചൊരു തുപ്പ് കൊടുത്തു. ഉയർത്തിപ്പിടിച്ച് ബിസ്മി ചൊല്ലിയിട്ട് ശത്രുവിന്റെ നെഞ്ചകം പിളർത്തുന്ന കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ശൗര്യമുള്ള യുദ്ധപ്പടകൾ മുഴുവനും എല്ലാവരും ആകാംക്ഷയോടെ ജിജ്ഞാസയോടെ നോക്കി നിൽക്കുമ്പോൾ മലർന്നു കിടക്കുന്ന ശത്രു നിസ്സഹായതയുടെ അവസ്ഥയിൽ തുപ്പിയതിനെ മാനിച്ചുകൊണ്ട് കയ്യിലുള്ള ആയുധം വലിച്ചെറിഞ്ഞ് നിരാശനായി തിരിഞ്ഞു പോന്നു സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ശത്രു അത്ഭുതപ്പെട്ടു, ഒന്ന് തരിച്ചുപോയി. മരവിച്ച മനസ്സ്, അതാ ചലനമറ്റ ബുദ്ധി. അലി റളിയല്ലാഹു അൻഹുവിന്റെ തോളിലേക്ക് കൈവച്ചു. സഹാബത്ത് ചോദിച്ചു, എന്തേ കൊല്ലാതെ പോന്നത്? അടിപെട്ട് വീണവൻ എൻ മുഖത്തൊരു തുപ്പ്, അപ്പോൾ എനിക്കവനോട് വന്നു വെറുപ്പ്. അപ്പോൾ വധിച്ചാൽ എൻ്റെ ദേഷ്യം അടക്കലായി, അല്ലാഹുവിനല്ലാതെ ഞാൻ കൊല ചെയ്യലായി. ഞാൻ ആരെയും എനിക്കായി വധിച്ചിട്ടില്ല, ലില്ലാഹിക്കല്ല
യാതൊരു വധം എനിക്കില്ല. അല്ലാഹു നമ്മെ നന്നാക്കട്ടെ. എല്ലാരും ആമീൻ പറയൂ. നമ്മുടെ അമല് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതാവണം. നമ്മുടെ മനസ്സൊന്ന് നന്നായാൽ, നമ്മുടെ മനസ്സെന്ന് പറയുന്ന നമ്മുടെ ഖൽബൊന്ന് നന്നായാൽ, നമ്മുടെ ഹൃദയമൊന്ന് നന്നായാൽ, ഏകദേശം 300 ഗ്രാം തൂക്കം വരുന്ന മാംസപിണ്ഡം ഒന്ന് നന്നായി കഴിഞ്ഞാൽ 50, 60, 70 തൂക്കം വരുന്ന ഈ ശരീരം എത്തുന്നത് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളിലാ. മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖ് ബറൂസവി സൂറത്തുൽ ലുഖ്മാനിന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് മഹാനായ ലുഖ്മാന്റെ ചരിത്രം പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ അമ്പിയാക്കളെ പോലും ഇരുത്തി ചിന്തിച്ച മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ലുഖ്മാൻ പറയുന്നത് കേട്ടപ്പോൾ താങ്ങാൻ കഴിയാതെ ബോധരഹിതനായി നിലം പതിച്ചു പോകും വിധം ആത്മീയോത്കർഷതയുടെ ഉത്തുംഗതയിലേക്ക് മനസ്സിനെ കൊണ്ടുപോയ മഹാനായ സയ്യിദുനാ ലുഖ്മാൻ അലൈഹിസ്സലാം പ്രവാചകനല്ല, 1000 നബിമാർ, 4000 നബിമാരുടെ ശിഷ്യനാണ്, 1000 വയസ്സ് ജീവിച്ച മഹാനാണ്, ആട് മേച്ച് നടന്ന മഹാനാണ്. നുബുവത്തിന് അല്ലാഹു വെച്ചിരിക്കുന്ന ഏറെക്കുറെയല്ല ഷർത്തുകളും പാലിച്ച് ജീവിച്ച മഹാനാ ലുഖ്മാനുൽ ഹക്കീമിനോട് അദ്ദേഹം ആട് മേച്ച് നടന്ന കാലഘട്ടത്തിൽ തന്റെ മുതലാളി പറയുകയാണ്, ആട്ടിടയനായ ലുഖ്മാനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഓ ലുഖ്മാൻ, എന്റെ ആട്ടിൻ കൂട്ടത്തിൽ നിന്നും ഒരാടിനെ നീ അറുത്തിട്ട് അതിന്റെ ഏറ്റവും നല്ല 2 മാംസകഷ്ണം എനിക്ക് പാചകം ചെയ്ത് കൊണ്ടുവരൂ എന്ന് പറയുമ്പോൾ മഹാനായ ഇസ്മായിൽ അൽ ഹഖ് ബറൂസവി തങ്ങൾ പറയാണ്, ഫഅതാഹു ബിൽ ഖൽബ് വൽ ലിസാൻ. ലുഖ്മാൻ കൊണ്ടുവരുന്നത് ആടിനെ അറുത്തിട്ടതിന്റെ ഹൃദയത്തെയും അതിന്റെ നാവിനെയും കൊണ്ടുവരികയാണ്. ബാക്കിയെല്ലാം ഒഴിവാക്കി. എന്നിട്ട് യജമാനന്റെ മുന്നിൽ ഒരു പാത്രത്തിൽ വെച്ചു കൊടുക്കാം. ലുഖ്മാൻ വളരെ അലൈഹിസ്സലാം മഹാനവറുകൾ വളരെ ചെറുപ്രായമാണിത്. അദ്ദേഹത്തിന്റെ വളരെ ചെറിയ പ്രായം, അദ്ദേഹത്തിന്റെ യൗവനത്തിന്റെ ഒക്കെ തുടക്കം. ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഒരു ആടിന്റെ ഹൃദയത്തെയും നാവിനെയും കൊണ്ടുവന്ന ഒരു പാത്രത്തിൽ വെച്ചിട്ട് പറഞ്ഞു, ഞാനിത് ഏത് രീതിയിലാണ് പാചകം ചെയ്യേണ്ടത്? നമ്മളൊക്കെ ഒരു മൃഗത്തെ അറുത്ത് കഴിഞ്ഞാൽ നാവ് ഹൃദയം അല്ലല്ലോ വാങ്ങാം. ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ തൊടയിറച്ചിയാ ചോദിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തെ ഇറച്ചിയാ ചോദിക്കാം. ലുഖ്മാൻ പറഞ്ഞു, ഏറ്റവും നല്ല ഭാഗം ഇതാണ്. അപ്പൊ യജമാനൻ ചോദിച്ചല്ല ലുഖ്മാൻ, നീ എന്താ ഈ പറയുന്നത്? ലുഖ്മാൻ പറഞ്ഞു, നബിയല്ല ലുഖ്മാൻ, പിന്നെയോ ഇബ്ദാണ്, കൂടാതെ നല്ലൊരു തത്വചിന്തകനാണ്. ഹിക്മത്ത് റബ്ബുന നൽകി ലുഖ്മാനിന്, ഖുർആൻ ശരീഫ് ഇത് വ്യക്തമായി പറയുന്ന. വയസ്സായിരം ജീവിച്ചു ലുഖ്മാൻ എന്ന് റൂഹുൽ ബയാൻ തഫ്സീറിലും കാണുന്ന. 4000 നബിമാർക്കവർ ഖിദ്മത്ത് ചെയ്തിട്ടുമുണ്ടെന്നാണ് തന്റെ റിവായത്ത്. ലൈസ ശൈഉൻ അത്യബ മിൻഹുമാ ഇദാ താബ. നന്നായാൽ ഈ 2 അവയവം നന്നാകുന്ന പോലെ നന്നാവാൻ ഒരു അവയവത്തിനും ഒരു ശരീരഭാഗത്തിനും കഴിയൂല. നന്നായാൽ ഇത്രയും നല്ലത് വേറെയില്ല. എന്നാൽ ലുഖ്മാൻ പറയാ, വലാ അഖ്ബത മിൻഹുമാ ഇദാ ഖബത. വെടക്കായാൽ, ചീത്തയായാൽ ഇത്ര കണ്ട് മോശമാകുന്ന അവയവം ഒരു ശരീരത്തിലും വേറെയില്ല എന്ന് പറഞ്ഞ ഈ വാക്കാണ് ലോകത്തെ പ്രകമ്പനം കൊള്ളിച്ച ലുഖ്മാന്റെ തത്വവചസ്സുകളിലെ ആദ്യത്തെ തത്വവചസ് ഇതാണെന്ന് മഹാനായ ഇമാമുന ഇസ്മായിൽ അൽ ഹഖ് ബറൂസവി രേഖപ്പെടുത്തുകയാണ്. ലുഖ്മാൻ ആദ്യം പറഞ്ഞ ഹിക്മത്തിന്റെ, വിജ്ഞാനത്തിന്റെ ഏറ്റവും ആദ്യത്തെ വാക്ക് ഈ വാക്കാണ്. ഇത്രേ ആദ്യത്തെ വാക്ക് പോലും നമ്മുടെ നെഞ്ചിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് അതാണ് നന്നാവേണ്ടത്. അമലുകൾ അവിടെ സ്വാധീനിക്കണം. ഹറാമുകളിലേക്കുള്ള നോട്ടവും കേൾവിയും കാഴ്ചയും വർത്തമാനവും ചിന്തയും ഒക്കെ ഒഴിവാക്കിയാൽ ഒരു വഖത്തെ നിസ്കരിച്ചുള്ളെങ്കിലും അത് ഹൃദയത്തിൽ സ്പർശിക്കണം. ഒരു വലിയ ഖുർആൻ കേട്ടതെങ്കിലും
അത് മനസ്സിൽ കൊള്ളണം. ഒരു വരിയാണ് പാരായണം ചെയ്തതെങ്കിലും അത് ഹൃദയത്തെ സ്വാധീനിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് ഈ പ്രതികൂലമായി വരുന്ന മനുഷ്യ ജീവിത സാഹചര്യങ്ങൾ പഠിക്കാനും റബ്ബിലേക്ക് അടുക്കാനും അള്ളാഹു നമുക്ക് പാഠമാക്കി തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്.